സുകുമാരൊരു വെള്ളിയാഴ്ച ഔട്ടിങ് ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ 3 പേരൂടാണ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പോയത്. പക്ഷേ ലേറ്റായിപ്പോയി. നേരത്തെ പോകാനും പറ്റത്തില്ല, ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് അങ്ങനെ പോയി അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി ടൈമായി. അപ്പോൾ ഒരു ഇരുട്ടായി പോയാൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റത്തില്ല. ഫിഷിങ് ചെയ്യാനൊക്കെ പാടാം. എങ്കിലും ചുമ്മാ ചൂണ്ടയിടാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാണ്. അത്യാവശ്യം റോഡിൽ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫ്രൈഡേ ഈവനിങ് ടൈമായതുകൊണ്ട് കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. ഇപ്പോഴും 6 മണിയോളം ആവാറായെങ്കിലും എപ്പോഴും വെയിൽ കൊണ്ട് ചൂടുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചൂടായതുകൊണ്ട് പെട്ടെന്ന് പകലൊന്നും പോയി അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കടലിൻ്റെ സൈഡിലൊന്നും. അപ്പോൾ ഹൈവേ വഴിയൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സേഫ് ഏരിയയിലുള്ള സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കരാനയാണ്. കരാനയിലുള്ള നൂറാന എന്ന് പറയുന്ന ബീച്ചാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായി. ചെങ്കിരണങ്ങളൊക്കെ വീശി ഓറഞ്ച് കുപ്പായമൊക്കെ ഇട്ട് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ഇത്രയും സമയമായി. ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് ടൈം പാസ് ചെയ്യാൻ, റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് വെറുതെ പോയതാണ്. ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ കൂടുതലും നമ്മളിങ്ങനെ ഹോഴ്സ് റൈഡേഴ്സ് ഒത്തിരി പേരുണ്ട്, പഠിക്കുന്നവരുണ്ട്. പിന്നെ അല്ലാതെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കടലിലൊക്കെ ഇങ്ങനെ അധികം ആഴമില്ലാത്ത സ്ഥലത്ത് ഇവർ അതിനെ ഓടിച്ചുകൊണ്ട് പോകുന്നത്, ഹോഴ്സ് റൈഡ് ചെയ്തുകൊണ്ട് പോകാം കടലിനകത്തൂടെ ഇറങ്ങി ആഴമില്ലാത്ത സ്ഥലത്തൂടെ. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ഹോഴ്സ് റൈഡ് ചെയ്യാൻ വരുന്നവരുണ്ട്. അത് കൂടുതലും അടുത്ത് ലോക്കലായിട്ടുള്ള നാഷണൽസാണ് വരുന്നത് അവിടെ. രണ്ടുവശത്തും കടലും നടുക്കൂടെ റോഡ് ടാർ ചെയ്തേക്കുന്നതല്ല, അല്ലാത്ത റോഡാണ്. അപ്പം കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ വണ്ടി ഓടി കുറച്ച് ഇതായിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ഗട്ടറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റേബിളായിട്ട് നമുക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇത്തിരി കുലുങ്ങിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ 2 വശത്തും കടൽ, അതിൻ്റെ നടുക്കൂടെ കുറേ ദൂരം വഴിയാണ്. ഇത് നമ്മുടെ ആ സീഫേരിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ലതുപോലെ കാണാൻ പറ്റും, കടലിൻ്റെ അക്കരെ സൈഡിൽ. പിന്നെ ഈ ഏരിയയിലെ ആൾക്കാരൊന്നും ഒരുപാട് പേര് വന്ന് വെറുതെ ഫിഷിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇപ്പോൾ ചൂട് സമയത്തില്ല, അല്ലെങ്കിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാറുണ്ട് ഈ സൈഡിലൊക്കെ വന്ന്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വൈകുന്നേരം കുറച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടൊക്കെ വന്ന് അവിടെ നിന്ന് കഴിച്ച് കുറച്ച് തന്നെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. കോയറ്റ് ഏരിയയാണ്. ആദ്യമൊക്കെ ആൾക്കാർ കുറവായിരുന്നു. ഇപ്പം പക്ഷേ എല്ലാവരും ഒക്കെ വന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അവിടെ, നമ്മുടെ ആൾക്കാരൊക്കെ. വന്നപ്പോഴത്തേക്ക് അങ്ങ് സന്ധ്യ മീൻസ് ഇരുട്ടാകാൻ തുടങ്ങി വന്നായിരുന്നു. വണ്ടികൾ ഒരുപാടെണ്ണം വരുന്നുണ്ട്, കുറച്ച് തിരിച്ചു പോകുന്നവരുണ്ട്.
കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലം. അപ്പം നമുക്കവിടെ ഇറങ്ങി കുളിക്കാനും കടലിൽ ഇറങ്ങാനും അതെല്ലാം പറ്റും. പക്ഷേ റൈറ്റ് സൈഡിലോട്ടുള്ള സ്ഥലത്ത് ഡീപ്പാണ്. അത് നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അവിടെ നമ്മൾ ഫിഷിങ്ങിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പം ഡ്രൈവറിനൊന്ന് മാറിയിരിക്കണമെന്ന് തോന്നി. അപ്പം ഞാനൊന്നും വണ്ടി മാറി ഓടിച്ച് നോക്കി. അവിടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അവിടെ നിർത്തി അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഫിഷിംഗ് ഒന്നും കാര്യമായിട്ട് നടന്നില്ല. അവിടെ ഫിഷിംഗ് ഒരു ഏരിയ ആണ്. നമ്മളവിടെ കുറേ ബോട്ടുകൾ, ഫിഷിങ്ങിൻ്റെ ബോട്ടുകളുണ്ട്. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ അങ്ങ് കുറച്ചും കൂടെ അങ്ങ് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ ഈ ഞണ്ടിനെയൊക്കെ പിടിക്കുന്ന ഒരു ടൈപ്പ് വലകളൊക്കെ ഉണ്ട്. അതവിടെ നമ്മൾ അങ്ങോട്ട് ഇന്ന് പോയില്ല അധികം, കാരണം ലേറ്റായി പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ കാണുന്നതിനേക്കാളും എനിക്ക് തോന്നിച്ചിപ്പോൾ ഇരുട്ടായിട്ട് അവിടെ നമുക്ക് തോന്നി. ഇപ്പോൾ ഫോണിൽ നമ്മൾ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന അത്ര എല്ലിച്ചൂടെ എനിക്ക് തോന്നുന്നു ഡാർക്കായിട്ട് നമുക്കല്ലാണ്ട് തോന്നി. അപ്പോൾ ഇവിടെ ചൂണ്ടയൊക്കെ എടുത്ത് ഇവിടെ അപ്പനും മോനും കൂടെ ഫിഷിങ് ചെയ്യാമെന്ന് നോക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ ആദ്യം നോക്കി, പിന്നെ നമ്മൾ ലൊക്കേഷൻ മാറി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കി. 1-2 വട്ടം ട്രൈ ചെയ്തു, ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുന്നു. അത് ചൂട് സമയമാകുമ്പം അങ്ങനെ ഇച്ചിരി പാടാണ് ഫിഷിന് കിട്ടാനൊക്കെ. ഏർലി മോർണിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ വരണമായിരുന്നു. എനിക്ക് തോന്നി ചൂടാകുമ്പം ഫിഷ് അങ്ങ് മേലോട്ട് വരത്തില്ല തോന്നുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഫിഷിങ്ങിനുള്ള റോഡൊക്കെ ശരിയാക്കി ഇതിന് നമ്മൾ ഫിഷിങ്ങിന് ഇരയിട്ട് കൊടുക്കുന്നത് കൊഞ്ചാണ്. അപ്പോൾ അതൊരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി. അങ്ങ് കടലാണ്, അങ്ങോട്ട് പോയാൽ പിന്നെ ഡീപ് സീ അങ്ങോട്ട് കിടക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. ഗ്രൗണ്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എല്ലാം ഫിഷിംഗ് ബോട്ടുകളാണെന്ന് തോന്നുന്നത്. എല്ലാം ഫിഷിങ്ങിൻ്റെ ഒക്കെ ഉള്ള സാധനം ബോട്ടുകളെല്ലാവരും കരയ്ക്ക് ആങ്കർ ചെയ്തിട്ട് കിടപ്പുണ്ട് അവിടെ എല്ലാം. നമ്മുടെ ഇവിടുത്തെ സീ അധികം അങ്ങനെ തിര കുറഞ്ഞ സീയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വലുതായിട്ട് വന്നിട്ട് തിര അടിക്കത്തില്ല. പിന്നെ ചില ക്ലൈമറ്റിൽ വരുമ്പോൾ മാത്രം കുറച്ച് തിര കാണും. അത് റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കാണത്തില്ല. നമുക്ക് അവിടെയൊക്കെ ഇറങ്ങാം. നേരത്തെ പോകുമ്പോൾ നമുക്കതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ മീനുകൾ ഓടി നടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് ഇറങ്ങാനും പറ്റും, മീനുകൾ ഓടി നടക്കുന്നത് കാണാനും പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് അത് കാണാൻ പറ്റത്തില്ല. കുറേ പേരെല്ലാം തിരിച്ചു പോവാണ് ഫിഷിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട്. ഈ സൈഡിൽ ഡീപ്പായിട്ടുള്ള സീയാണ്. ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ ട്രൈ ചെയ്യുകയാണ് അവിടെ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും കിട്ടിയതൊന്നുമില്ല. ഞങ്ങൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പോയിരുന്നു. നേരത്തെ നമ്മൾ പോയിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇഷ്ടം പോലെ. ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പോയിട്ട്. ഇതാണ് ഒരു ആഴം കുറഞ്ഞ സ്ഥലം. ഇവിടെ അറ്റത്തെ സ്ഥലത്ത് നമുക്ക് കുറച്ച് വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ആഴം കുറവാണ്. ആ ബോട്ടിന് അങ്ങോട്ട് പോകുന്തോറും കുറച്ചും കൂടെ ഡീപ്പായെങ്കിലും അവിടുന്ന് ഇങ്ങോട്ട് അവിടെയൊക്കെയാണ് ആൾക്കാർ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ ആൾക്കാർ ഫിഷിങ് ചെയ്യാറുണ്ട്. നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നേരത്തെ പോകുമ്പോൾ. നമുക്ക് ഫിഷ് ഓടി നടക്കുന്നത് ഇവിടെ ചെറിയ ഫിഷുകൾ. തിരക്കുകളുടെ ഇടയ്ക്ക് കുറച്ച് നേരം വന്നിരുന്നത് റിലാക്സ് ചെയ്യാനൊക്കെ നല്ലതാണ്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇടവേളകൾ കുറച്ചൊക്കെ നമുക്ക് ആനന്ദകരമാക്കാൻ ഇതുപോലുള്ള ബീച്ച് സൈഡിലൊക്കെ പോയിരിക്കാം. ലേറ്റായിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. മോനോടെ കുറച്ച് ഭാഗം വരെ
പോകാൻ ഇച്ചിരി മീൻസ് വെയിലൊക്കെ മാറിക്കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുമല്ലോ. ഇത് സൈഡിൽ ഭയങ്കര ചൂടാണ്. നമുക്ക് ഡയറക്റ്റ് വേറെ ഇത് ഷാഡോ ഒന്നും തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചൂടടിക്കും. അപ്പം ചൂട് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും. പിന്നെ